യൂട്യൂബിൽ നിന്ന് വരുമാനം നേടാൻ ഇനി പാടുപെടും. കണ്ടന്റ് ക്രിയേറ്റർമാർക്ക് ഇനി കാര്യങ്ങൾ അത്ര എളുപ്പമല്ല. യൂട്യൂബ് പാർട്ണർ പ്രോഗ്രാമിലെ മാനദണ്ഡങ്ങൾ കമ്പനി പുതുക്കി. പുതിയ നിബന്ധനകൾ 2027 ഫെബ്രുവരി 1 മുതലാണ് പ്രാബല്യത്തിൽ വരുന്നത്. യൂട്യൂബിൽ നിന്ന് വരുമാനം നേടാൻ ഇനി പാടുപെടും. അതെ, കണ്ടന്റ് ക്രിയേറ്റർമാർക്ക് ഇനി കാര്യങ്ങൾ അത്ര എളുപ്പമല്ല. യൂട്യൂബ് പാർട്ണർ പ്രോഗ്രാമിലെ മാനദണ്ഡങ്ങൾ കമ്പനി പുതുക്കിയിരിക്കുന്നു. പുതിയ നിബന്ധനകൾ കർശനമായതുകൊണ്ട് തന്നെ പണം ഇനി എളുപ്പം നേടാമെന്ന് കരുതേണ്ട. പുതിയ നിയമങ്ങൾ പ്രകാരം ക്രിയേറ്റേഴ്സിന് പരസ്യ വരുമാനവും യൂട്യൂബ് പ്രീമിയം വരുമാനവും ലഭിക്കാൻ കുറച്ച് കാര്യങ്ങൾ ശ്രദ്ധിക്കേണ്ടി വരും. കഴിഞ്ഞ 365 ദിവസത്തിനുള്ളിൽ 8000 ക്വാളിഫൈഡ് വാച്ച് അവറുകൾ പൂർത്തിയാക്കണമെന്നതാണ് നിലവിലെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. നിലവിലിപ്പോൾ 4000 മണിക്കൂറാണ് ക്വാളിഫൈഡ് വാച്ച് അവറുകൾ കമ്പനി പ്രഖ്യാപിച്ചിരുന്നത്. വലിയ മാറ്റമാണ് ഇതിലൂടെ കൊണ്ടുവരുന്നത്. അല്ലെങ്കിൽ കഴിഞ്ഞ 90 ദിവസത്തിനുള്ളിൽ ഷോർട്സിലൂടെ 20 മില്യൺ ക്വാളിഫൈഡ് വ്യൂസ് നേടണമെന്നതാണ് കമ്പനിയുടെ കർശനമായ നിലപാട്. ഇപ്പോൾ 10 മില്യൺ വ്യൂസാണ് ഇതിനു വേണ്ട മാനദണ്ഡം. എന്നാൽ പുതിയ നിബന്ധനകൾ നിലവിലെ YPP അംഗങ്ങളായ ക്രിയേറ്റേഴ്സിനെ ബാധിക്കില്ല. പക്ഷേ നിലവിലുള്ള ഷോർട്ട് ക്രിയേറ്റേഴ്സ് പരസ്യവിഹിതം ലഭിക്കാൻ 90 ദിവസത്തിനുള്ളിൽ 10 മില്യൺ വ്യൂസ് എന്ന നിബന്ധന ഇവരും പാലിക്കണം. ഇനി അഥവാ ഈ 90 ദിവസത്തിനുള്ളിൽ 10 മില്യൺ വ്യൂസ് ആയില്ലെങ്കിൽ അത് ആകുന്നതുവരെ വരുമാനം താൽക്കാലികമായി നിലയ്ക്കും. ലോങ് ഫോം കണ്ടന്റിൽ നിന്നുള്ള വരുമാനം തുടർന്നും ലഭിക്കുമെന്നും കമ്പനി അറിയിച്ചിട്ടുണ്ട്. എല്ലാ നിബന്ധനകളും കടുപ്പമേറിയതാകില്ല എന്നതാണ് മറ്റൊരു കാര്യം. മറ്റ് സേവനങ്ങളായ ഫാൻ ഫണ്ടിംഗ്, ഷോപ്പിംഗ് എന്നിവയുടെ യോഗ്യതാ മാനദണ്ഡങ്ങളിൽ മാറ്റമുണ്ടാകില്ലെന്ന് യൂട്യൂബ് വ്യക്തമാക്കുന്നു. അതിനു പുറമെ പ്രീമിയം ലൈറ്റ് സേവനം കൂട്ടുന്നതിലൂടെ ക്രിയേറ്റേഴ്സിന് പുതിയൊരു വരുമാന മാർഗം കൂടി ലഭിക്കുകയാണ്. ഇതിലൂടെ ലഭിക്കുന്ന വരുമാനത്തിന്റെ 55% ലോങ് ഫോം വീഡിയോകൾക്കും 45% ഷോർട്സുകൾക്കും നൽകും. പരസ്യ വരുമാനത്തെ മാത്രം ആശ്രയിക്കാതെ ബ്രാൻഡ് ഡീലുകൾ, ഷോപ്പിംഗ് ബോണസുകൾ എന്നിവയിലൂടെ ക്രിയേറ്റേഴ്സിനെ സഹായിക്കാനാണ് യൂട്യൂബ് ഇതിലൂടെ ലക്ഷ്യമിടുന്നത്. അതേസമയം 2027 ഫെബ്രുവരി 1 മുതലാണ് പുതിയ മാനദണ്ഡങ്ങൾ പ്രാബല്യത്തിൽ വരിക. ഇത്തരത്തിൽ വലിയൊരു മാറ്റം 2018 ശേഷം ആദ്യമായാണ് യൂട്യൂബ് പാർട്ണർ പ്രോഗ്രാമിൽ കൊണ്ടുവരുന്നത്. പ്ലാറ്റ്ഫോമിലെ വാച്ച് ടൈം വർദ്ധിപ്പിക്കുന്ന പശ്ചാത്തലത്തിലാണ് ഈ നടപടിയെന്ന് കമ്പനി വ്യക്തമാക്കുന്നു. പുതിയ നിബന്ധനകൾ പ്രാബല്യത്തിൽ വരും മുമ്പ് ക്രിയേറ്റർമാർക്ക് യൂട്യൂബ് സ്റ്റുഡിയോ വഴി പുതിയ കരാർ അംഗീകരിക്കാവുന്നതാണ്. ന്യൂസ് ഡെസ്ക് സീ മലയാളം ന്യൂസ്. ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽത്തുമ്പിലറിയാൻ സീ മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം.